മലയാളികൾക്ക് പൊതുവെ പുച്ഛായിരുന്നല്ലോ ഫോട്ടോ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മമിത അത് കമന്റ് ചെയ്തപ്പോഴാണ് എല്ലാവരും വിശ്വസിച്ചത്. സോ എന്തായിരുന്നു ഫീൽ ചെയ്ത്? എന്തായിരുന്നു എന്താ പറയുക, അനീതിക്കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം, ഹാപ്പിയായി. ഞാൻ പറഞ്ഞില്ലേ, ആ മഴക്കാറ് മുടി ചന്ദ്രൻ നിൽക്കുമ്പോൾ ആ മഴക്കാറ് പോയി തെളിച്ചം വന്നൊരു സന്തോഷമാണ് എനിക്ക്. എന്തായാലും നുണ പറയില്ല, ജീവിതം ബലൂണ് പൊട്ടും പോലെയുള്ള എപ്പോഴും മരിച്ചു പോകും. ഹാപ്പി, സന്തോഷമായിരിക്കുക. നമ്മുടെ ആഗ്രഹം എന്താ വിജയണ്ണം പറയുന്നു, ലുസ്പയത്തിനവർക്ക് തുമ്മുന്നു, കടുപ്പയത്തിനെ കമ്മിടുന്ന വഴക്ക് ചെമ്മുന്നു. അങ്ങനെ എന്ത് പറഞ്ഞാലും സൈലൻ്റായി പോവുക. നമുക്ക് ആരുടെ കൊണ്ടൊരു ദേഷ്യമില്ല, പറയുന്നവർ പറയട്ടെ. എന്നാലും പടം ഇറങ്ങുമ്പോൾ ഫോട്ടോ കിട്ടും, നമുക്കറിയാം. വിജയണ്ണ ആപ്പിൾ കഴിച്ചു, അതെന്തായാലും അവനൊരു പകുതി വേണമായിരുന്നു. ആടിലുണ്ടോ, ആട് ട്രെയിലുണ്ടോ? അതാണ് അത് ഭാഗ്യം പോലെയാണ്. അടുത്ത പടത്തിൽ എന്തായാലും സാറ് പറഞ്ഞു ഉണ്ട് പറഞ്ഞു. ഇതിപ്പോ കേരളത്തിലുള്ള എല്ലാവരുടെ ആഗ്രഹമാണ് വിജയ് സാറിനൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ, ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള. ഇനിയിപ്പം ഉണ്ണിക്കണ്ണനായിട്ട് ഇപ്പോൾ നല്ല ബന്ധത്തിൽ എത്തില്ല വിജയ് സാറ്. അപ്പൊ വിജയ് സാറെ കേരളത്തിൽ കൊണ്ടുവരാൻ ഉണ്ണിക്കണ്ണൻ ശ്രമിക്കാൻ പറ്റും? അയ്യോ, അപ്പൊ അത് ഞാൻ ചെയ്യില്ല. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ട് നമ്മൾ അങ്ങനെയൊന്നും ഒരാളും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹം സാധിച്ച് ദൈവം തന്നു, ഇനി നമ്മൾ അവിടെ ശല്യം ചെയ്യില്ല. അല്ല, ഉണ്ണിക്കണ്ണനെ പോലത്തെ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരില്ലേ? അപ്പൊ അവരെയും കൂടി ഒന്ന് വിജയ് സാറെ കാണിക്കാനൊന്നും മുൻകൈ എടുത്തൂടെ? അയ്യോ, ഇത് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഞാൻ പറയട്ടെ, ജനിക്കുമ്പോൾ ഒരു തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇന്ന സമയത്ത് നടക്കും, അത് നടന്നുകൊണ്ടിരിക്കണം. അതാണ് സത്യം.